ഇന്ന് ഈ ശുദ്ധമായ പ്രകൃതി, മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃതി ആസ്വദിക്കാൻ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ശുദ്ധമായ പ്രകൃതി എന്ന് പറയുന്നത് അള്ളാഹു ഈ ഭൂമിയെ എല്ലാം ഒരുക്കി വെച്ച് തയ്യാറാക്കി വെച്ച് അതിൽ വിഭവങ്ങളെല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഭവിക്കാൻ കഴിയണം. ഇന്ന് മനുഷ്യന് കഴിയുന്നുണ്ടോ? 3 തരം മനുഷ്യ കുരുതികളാണ് നടക്കുന്നത്. 3 തരം കുരുതികൾ. ഇന്നത്തെ ഖുതുബയിൽ നിങ്ങൾ കേൾക്കേണ്ടത് ഈ 3 തരം കുരുതികളെ കുറിച്ചാണ്. ഒന്നാമത്തത് റോക്കറ്റുകളും മിസൈലുകളും കൊന്നൊടുക്കുന്നവർ, യുദ്ധത്തിന്റെ ബലിയാടുകൾ, സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളുമെല്ലാം. അത് ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണെങ്കിൽ ആ യുദ്ധം ആ രാജ്യത്തെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. മിസൈലുകളും റോക്കറ്റുകളും ഉയർത്തിവിട്ട പൊടിപടലങ്ങൾ, തീജ്വാലകൾ, അതിന്റെ പുകയെ, ആ പുക നമ്മുടെ നാട്ടിലെ അടുപ്പിൽ പുക ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തില്ലേ? ഗ്യാസിനെ ബാധിച്ചില്ലേ? വിറക് തേടിപ്പോയില്ലേ? അവിടെയുണ്ടായ പുകകൾ അത് നമ്മുടെ അടുപ്പിൽ പുക പൊന്താൻ കാരണമായി. ഒരു ചെറിയ വിഷയം. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, യുദ്ധക്കരുതികൾ അതൊരു രാജ്യത്തെ മാത്രമല്ല. അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഒരു കൊലപാതകം, ഒരാളെ കൊന്നാൽ ഒരാളെയല്ല മനുഷ്യവർഗത്തെ മുഴുവനും കൊന്നതിന് സമമാണ്. ആരെങ്കിലും ഒരാൾക്ക് ജീവിതം നൽകിയാൽ, രക്ഷപ്പെടുത്തിയാൽ മുഴുവൻ മനുഷ്യരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പോലെയാണ്. യുദ്ധം അവസാനിച്ചാൽ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിച്ചാൽ രാജ്യത്ത്, ആ രാജ്യങ്ങളല്ലാത്ത എമ്പാടും ഭൂമിയിലെ രാജ്യങ്ങളിൽ ജീവിതം പഴയപടിയിലേക്ക് വരികയാണ്. ഇല്ലെങ്കിലോ പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസത്തിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് പ്രകൃതിയിലേക്ക് മടങ്ങണം മനുഷ്യൻ. ഏത് നാട്ടുകാരാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും എന്ത് കാരണങ്ങൾ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് പച്ചയായ ജീവിതം നൽകുന്നതിലേക്ക് അല്ലാഹും അവന്റെ റസൂലും നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഇസ്തജീബൂലില്ല. ഏതിലേക്കാണ്? ലിമാ യുഹ്യീക്കും, നിങ്ങൾക്ക് ശരിയായ ജീവിതം നൽകുന്നതിലേക്ക്. രാവിലെ ഉണർന്ന് രാത്രി ഉറങ്ങുന്നത് വരെ സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ നല്ല രൂപത്തിൽ ജീവിക്കണം. ആ ജീവിത ശൈലിയാണ്, പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ മടക്കമാണ് സഹോദരങ്ങൾ ഇസ്ലാമിലേക്കുള്ള മടക്കം. അതിന്റെ നിയമമാണ് ഇസ്ലാമിന്റെ നിയമം. അതിലേക്കാണ് അല്ലാഹു തആല ക്ഷണിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കുരുതി ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള കുരുതികളാണെങ്കിൽ, രണ്ടാമത്തെ കുരുതി നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും നടക്കുന്ന കുരുതികളാണ്. കുടുംബ വഴക്കിനെ തുടർന്ന് ഒരു ഓട്ടോറിക്ഷയിലിട്ട് ഒരു ചെറുപ്പക്കാരന് തന്റെ കുടുംബത്തിലെ അംഗം കത്തിക്ക് പച്ചയായി കുത്തി 1000 കുത്തുകൾ കുത്തി കൊടലു പുറത്തേക്ക് ചാടിയിട്ട് ഭീകരമായ ദൃശ്യം പോലും കാണാൻ കഴിയാതെ, പോലീസുകാർക്ക് മുന്നിൽ പോലും പിടികൊടുക്കാതെ അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിച്ചൊരു ചെറുപ്പക്കാരൻ കുടുംബ വഴക്ക് റോട്ടിൽ ഒരു ഓട്ടോറിക്ഷയിൽ തീർത്ത അതിദാരുണമായ രംഗം നമ്മൾ കണ്ടു. വീട്ടിൽ സ്വന്തം മരുമകളെ വെട്ടിക്കൊന്ന അമ്മായിമ്മയുടെ കഥ ചരിത്രം നമ്മൾ അടുത്ത ദിവസമാണ് നമ്മൾ കേട്ടത്. ഇത് കുടുംബത്തിൽ, വീട്ടിൽ നടക്കുന്ന കുരുതിയാണ്. 3 കുരുതികളാണ് സഹോദരങ്ങളെ. 1, രാജ്യത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ. 2, നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും നടക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കുരുതികളാണ്. ഇവിടെയാണ് കുടുംബം തകർന്നു പോകുന്നത്. മസ്കൻ, ഒരു വീട്, ഒരു കുടുംബം സമാധാനത്തിന്റെ ഇടമാണ്. അതാണ് ഖുർആൻ പ്രയോഗിച്ച പദം. എന്തുകൊണ്ട് ഒരു വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു? സ്വാർത്ഥതയാണ്, സ്വയം താല്പര്യങ്ങളാണ്. ഒരാൾക്ക് സ്വന്തം മരുമകളെ പോലെ മകളെ കാണാൻ കഴിയാത്ത വിഷയം, സ്വന്തം ഉമ്മയെ പോലെ ഭർത്താവിന്റെ ഉമ്മയെ കാണാൻ കഴിയാത്ത വിഷയം. നമ്മുടെ കാഴ്ചപ്പാടിന്റെ തകരാറുകളാണ്, നമ്മുടെ വീക്ഷണത്തിലെ തകരാറുകളാണ്, നമ്മുടെ സംവിധാനത്തിലെ തകരാറുകളാണ്. കുടുംബത്തിൽ ആ കുടുംബം എന്ന ഭദ്രമായ സംവിധാനം തകർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുടുംബങ്ങളിൽ നടക്കുന്ന കുരുതിയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, നമ്മൾ നമ്മളെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്നു. സ്വയം
നമ്മൾ ജീവിതം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു കയർത്തുമ്പിലാവാം, ഒരു റെയിൽവേ ട്രാക്കിലാകാം, വിഷം കുടിച്ചുകൊണ്ടാകാം, കിണറ്റിൽ ചാടിയാകാം. ഇതൊന്നുമല്ലാതെ നമ്മൾ പോലും അറിയാതെ നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാ തുൽഖു ഐദീകും ഇല തഹ്ലുക, നിങ്ങൾ നിങ്ങളെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഭക്ഷണക്രമങ്ങളാണ്. ഇത് നമുക്കറിയാം. ഇന്ന് നമ്മളെല്ലാവരും കേട്ട് നമ്മൾ അറിഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. വലിയ വലിയ അമേരിക്കൻ കമ്പനികൾ KRK, അതുപോലെ തന്നെ KKR തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ കോടികളാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ, കോഴിക്കോടുമുണ്ട് അത്തരം 3 ഹോസ്പിറ്റലുകളിൽ വലുത്. അങ്ങനെ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം അമേരിക്കൻ വൻകിട കമ്പനികൾ പണം മുടക്കിയിട്ടുണ്ട്. കോടികളാ മുടക്കിയത്. അവരെങ്ങനെയാണ് കോടികൾ മുടക്കുന്നത്? അവർ വെറുതെ മുടക്കില്ല. അവർ ഷെയർ എടുത്തിട്ടുള്ളത് വ്യക്തമായ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായ പഠനം നടത്തിയാണ്. എന്താണ് ആ പഠനം? ഒരു ബിസിനസ് കൃത്യമായി പഠിച്ച ശേഷം മാത്രം പണമിറക്കുന്ന കമ്പനികളാണ് ഈ അമേരിക്കൻ കമ്പനികൾ. എങ്ങനെ ലാഭം മാത്രം കിട്ടുമെന്ന്, ലാഭം എങ്ങനെ വന്നാലും ലാഭം മാത്രം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ഏജൻസിയിലെ ഒരു വിഷയത്തിൽ അവർ പണം മുടക്കുള്ളൂ. അവർ പഠിച്ചു. എന്താണ് പഠനം? കേരളത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ക്യാൻസർ രോഗിയെയും ഒരു കിഡ്നി രോഗിയെയും അവർക്ക് കിട്ടുമെന്ന പഠനമാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, എങ്ങനെയാണ് ഇത് വന്നത്? നമ്മുടെ ഭക്ഷണ ശീലമാണ്, നമ്മുടെ ജീവിത ശൈലിയാണ്. എന്താണ് റമദാനിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഈ 3 കുരുതികളെയും ലോകത്ത് സമാധാനമുണ്ടാകാൻ നമുക്കറിയാം. ഇന്ന് GCC രാജ്യങ്ങളിൽ ഇതുപോലെ സമാധാനത്തോടെ ഈദ്ഗാഹുകളിൽ നമസ്കാരം നിർവഹിച്ച് എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ച്, എല്ലാവരും ഒന്ന് ആലിംഗനം ചെയ്ത് സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ തഹിയ്യാത്തുകൾ, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകാനുള്ള വേദികൾ ഇന്ന് GCC രാജ്യങ്ങളിൽ ഈദ്ഗാഹുകളില്ല. സഹോദരങ്ങളെ, എന്തുകൊണ്ട് സംഭവിച്ചു? നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ റമദാൻ ഒരു വലിയ സന്ദേശമായിരുന്നു. എന്താണ് ആ സന്ദേശം? ഒരു മനുഷ്യന്റെ കണ്ണീര്, ഒരു വ്യക്തിയുടെ കണ്ണീര്, ഒരു മനുഷ്യന്റെ പ്രയാസത്തെ സ്വന്തം പ്രയാസമായി കാണാൻ, ഒരു കുടുംബത്തിന്റെ വേദന സ്വന്തം വേദനയായി കാണാൻ ഉള്ള ഒരു ഈമാനികമായ ശക്തി നേടുക എന്നതായിരുന്നല്ലോ റമദാൻ. നമ്മൾ ഇന്ന് ഫിത്ർ സക്കാത്ത് കൊടുത്ത് ഇവിടേക്ക് വന്നു. എന്താണ് ആ ഫിത്ർ? നമ്മുടെ നോമ്പിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കൽ മാത്രമല്ല, പാവങ്ങള്, ബുദ്ധിമുട്ടുന്നവർ ഒരാൾ പോലും നമ്മളെ നാട്ടിൽ ഇന്ന് പട്ടിണി കിടക്കാൻ പാടില്ല. അതാണ് പ്രകൃതി. ആ പ്രകൃതിയിലേക്കുള്ള ഫിത്രത്താണ് നമ്മൾ സക്കാത്തായി നൽകി ഇങ്ങോട്ട് വന്നത്. സഹോദരങ്ങളെ, ഇതൊരു വലിയൊരാശയമാണ്. ഇതൊരു മനുഷ്യ മനസ്സിന്റെ അങ്ങേ അറ്റത്തെ തേട്ടമാണ്. ഇതൊരു പരസ്പരം സ്നേഹമാണ്, സൗഹാർദ്ദമാണ്. ഇതില്ലാതെയായി മാറി. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഭക്ഷണം നമ്മൾ ശീലിച്ചു. റമദാനിൽ രുചികരമായ ഭക്ഷണമുണ്ട്, പാനീയമുണ്ട്. വേണ്ട എന്ന് വെച്ചവരാണ് നമ്മൾ. രുചിയേറിയത് പലതും കണ്ടിട്ടും വേണ്ടാന്ന് വെച്ചില്ലേ? എങ്കിൽ ഇനി നമുക്കതൊന്ന് തുടർന്നുകൂടെ? അങ്ങാടിയിൽ കാണുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡുകൾ നമ്മളെ കിഡ്നി രോഗിയാക്കുന്നു, ക്യാൻസർ രോഗിയാക്കുന്നു. നമ്മൾ അറിയാതെ നമ്മൾ സ്വയം നമ്മളെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സഹോദരങ്ങൾ, ഈ ഒരു മാസക്കാലം നമുക്കൊരു പരിശീലനമായിരുന്നു. വായക്ക് രുചിയുള്ള, ദാഹിക്കുമ്പോൾ കുടിക്കാൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന സമയത്തും കണ്ണിന്റെ മുന്നിൽ അത് ഉണ്ടായിട്ട് വേണ്ട എന്ന് വെച്ചവരാണ്. ഇത് തുടരാൻ നമ്മളെ കൊണ്ടാകില്ലേ? ആവണം സഹോദരങ്ങളെ. അതാണ് റമദാനിൽ നമുക്ക് കിട്ടിയ സംസ്കരണം നമ്മൾ നിലനിർത്തേണ്ടത്. ഇതാണ് സഹോദരങ്ങളെ 3ാമത്തെ കുരുതി. അതുകൊണ്ട് ഈ വിഷയം നമ്മുടെ മനസ്സിലുണ്ടാകണം. 1930 ആവർത്തിക്കാൻ പോകുന്നു. ഇനി നമ്മൾ കേൾക്കേണ്ട കാര്യം അതാണ്. എന്താണ് 1930 ചരിത്രം? ഉൽപ്പാദിപ്പിച്ച രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞില്ല. ഉൽപ്പാദിപ്പിച്ചവരും പട്ടിണിയിൽ, അത് തേടി എത്തേണ്ട രാജ്യങ്ങളും പട്ടിണിയിലായി. തിരൂർ മാർക്കറ്റിൽ തൊട്ടടുത്ത പ്രദേശത്ത് പോയി നോക്കിയാൽ ചീഞ്ഞുപോയ, നഷ്ടപ്പെട്ടുപോയ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും അടക്കം എത്ര ആളുകൾക്കാണ് സാമ്പത്തികമായ പ്രയാസങ്ങൾ വന്നത്? നമ്മൾ ആലോചിക്കണം. 1930 അതേ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം അതിന്റെ മുന്നിൽ നിൽക്കുകയാണ്. മുന്നോട്ട് പോകുമോ പിന്നോട്ട് വരുമോ എന്ന് നമുക്കറിയില്ല. ഈദ്ഗാഹുകളിൽ നമ്മുടെ മനസ്സുകളിൽ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. അതോടൊപ്പം നമ്മളൊന്ന് ജീവിക്കാൻ പഠിക്കുക, ധൂർത്തൊഴിവാക്കുക, പൊങ്ങച്ചങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കുക. സാമ്പത്തിക പ്രതിസന്ധി വരാൻ പോകുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധി വരാൻ പോകുന്നു. അതുകൊണ്ട് സമ്പത്ത് സൂക്ഷിച്ചുപയോഗിക്കുക. ഭക്ഷണപാനീയങ്ങൾ വെറുതെ കളയരുത്.
വസ്ത്രങ്ങൾ വെറുതെ വാങ്ങിക്കൂട്ടരുത്. ധൂർത്തുകളും പൊങ്ങച്ചങ്ങളും ആർഭാടങ്ങളും ഉണ്ടാകരുത്. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നമ്മൾ മുന്നിൽ കാണണം. ആ ഒരു സാഹചര്യമാണ് നമ്മളെ മുന്നിലുള്ളത്. അതുകൊണ്ട് ആ ഒരു പ്രയാസത്തിലേക്ക് നമ്മൾ പോകുമെന്നതിനാൽ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുക, കൈകാര്യം ചെയ്യുക. നമ്മളെ ആർജിച്ചെടുത്ത ഒരു തഖ്വയുണ്ട്, ഈമാനുണ്ട്. നമ്മുടെ വായയും നമ്മുടെ മനസ്സും ശുദ്ധമായിരുന്നു ഒരു മാസക്കാലം. അത് റമദാനിൽ മാത്രമല്ല, അനാവശ്യ വാക്കുകൾ, കുത്തുവാക്കുകൾ, പരിഹാസങ്ങൾ അതുണ്ടാകരുത്. ഏപ്രിൽ 9 ആകുമ്പോഴേക്ക് ആ ഡേറ്റിന്റെ പുറത്തേക്ക് നമുക്കറിയാം ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സംസ്കാരം ഉള്ളവരാകണം. ഈ സംസ്കാരം നിലനിർത്തണം. കുത്തുവാക്കുകളും പഴികളും ആക്ഷേപങ്ങളും ഉണ്ടാകരുത്. രാഷ്ട്രീയ ബോധം ആവശ്യമാണ്. അരാഷ്ട്രീയവാദം, അവിശുദ്ധ കൂട്ടുകെട്ട് നമുക്ക് വേണ്ട. മതവിശ്വാസം അടിയറ വെച്ചുള്ള രാഷ്ട്രീയം നമുക്ക് വേണ്ട. രാഷ്ട്രീയം അത് രാഷ്ട്രത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, നന്മക്ക് വേണ്ടിയായിരിക്കണം. അധികാരം കൊതിച്ചുകൊണ്ടാവരുത്, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാവരുത്. സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ആരാഗ്രഹിച്ചോ ആ ആഗ്രഹിച്ചവർക്കൊന്നും തന്നെ തേടി വരുന്നത് സ്വീകരിക്കുകയല്ലാതെ ഏതധികാരം ആര് ചോദിച്ചു വാങ്ങിയാലും അതുകൊണ്ട് നീതി പുലർത്താൻ കഴിയുകയില്ല എന്നത് ഇസ്ലാമിന്റെ ചരിത്രമാണ്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ആവശ്യമാണ്. എന്നാൽ മതം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. സഹോദരങ്ങളെ, കുടുംബത്തെ ചേർത്ത് പിടിക്കുക. നമ്മുടെ കൈകൾ പിടിച്ച്, നമ്മുടെ വിരലുകൾ പിടിച്ച് ഇവിടേക്ക് വന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മടിയിരിക്കുന്ന മക്കൾ നമ്മുടെ കൈകൾ തട്ടിത്തെറിപ്പിച്ചു പോകുന്നവരാവരുത്. നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, മറന്നു പോകരുത്. കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ ആ നമ്മുടെ കൈകൾ തട്ടിത്തെറിപ്പിച്ച് അവർ പോകും, യാതൊരു സംശയവും വേണ്ട. തസ്കിയത്തും തർബിയത്തും നൽകണം. ഒരു അവധിക്കാലമാണ് വരുന്നത്, അവർക്ക് നമ്മൾ ഇസ്ലാമികമായ ബോധങ്ങൾ നൽകണം. ഇസ്ലാമികമായ വേദികളിലേക്ക് അവരെ പറഞ്ഞേക്കണം. അവരെ കൈകളിൽ കൊടുക്കേണ്ടത് കൊടുക്കാത്ത മാതാപിതാക്കൾ അവരെ കൈകളിൽ പിന്നെ മറ്റു പലതുമായിരിക്കും ഉണ്ടാവുക. അവരുടെ ചുണ്ടുകളിലും അവരുടെ നാവുകളിലും അവരുടെ കൈപ്പത്തികളിലും അവർ തിരയുന്നത് മറ്റു പലതുമായിരിക്കും. ഭീകരമായ ഗ്രാഫാണ് സഹോദരങ്ങളെ, ഇതിന്റെ കണക്ക് ഭീകരമാണ്. തീരദേശങ്ങളിൽ, നമ്മുടെ നാടുകളിലും ഓവൻ ചാലുകളിലും ഒക്കെ തന്നെ നമ്മൾ കാണുന്ന ഭീകരമായ കാഴ്ചകളുണ്ട്. എന്താണ് ആ ഗ്രാഫ്? 2020 4650 ലഹരി കേസുകളാണെങ്കിൽ 2021 5334 ആയെങ്കിൽ 2022 20,000 ആയെങ്കിൽ 2025 ഇതിന്റെ 4 ഇരട്ടി ലഹരിയോടൊപ്പം പ്ലസ് കൊലപാതകങ്ങൾ അടക്കമുള്ള കേസുകൾ. ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ സ്ഥലമില്ല. ഈ പറഞ്ഞ കേസിൽ, ഈ എണ്ണത്തിൽ 20 വയസ്സിന് താഴെയുള്ള 5000-ലധികം പേരുണ്ട്. അതിലേറെയും 18 വയസ്സിന് താഴെയാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ ചിന്ത നമ്മളെ മനസ്സിൽ വരണം. നമ്മളെ കുടുംബം തകർന്നു പോകരുത്, കരയേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാകരുത്, നമ്മുടെ കുടുംബം താളം തെറ്റുന്ന അവസ്ഥയുണ്ടാകരുത്. നമ്മുടെ നമസ്കാരവും നോമ്പും എല്ലാം വീടിനെ കുറിച്ച് ഓർക്കുമ്പോ, മക്കളെ കുറിച്ച് ഓർക്കുമ്പോ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരരുത് സഹോദരങ്ങളെ. അതുകൊണ്ട് ശക്തമായ ഭദ്രമായ ഒരു കെട്ടിപ്പടുക്കൽ കുടുംബരംഗത്ത് നമുക്ക് ആവശ്യമാണ്. രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, കരഞ്ഞു ജീവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം പ്രദാനം ചെയ്യണമേ, ആശ്വാസം പ്രദാനം ചെയ്യണമേ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കുടുംബങ്ങളെ സന്ദർശിക്കുക, പ്രായമായ മാതാപിതാക്കളെ സന്ദർശിക്കുക, രോഗികളെ സന്ദർശിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടത് നൽകുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ നമുക്കും ഈ രോഗാവസ്ഥ വരാം, അവർ കിടക്കുന്ന പോലെ നമ്മളും കിടന്നു പോകാം. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് രോഗികളെ കുറിച്ച് ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ നമ്മൾ